നമ്മൾ പോകുന്നത് ഇല്ലിക്കക്കല്ലിലേക്കാണ്. എൻ്റെ അമ്മ അണ്ണനും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് അടുത്താണ് ഇല്ലിക്കൽ കല്ല്. അപ്പോൾ അളിയനും കൂടെ രായികിട്ട് പ്ലാൻ ചെയ്യുന്നതായിട്ട് നമുക്ക് ഒന്ന് ഇല്ലിക്കൽ കല്ലിലേക്ക് പോയാലോ എന്ന്. അപ്പോഴത്തേക്ക് ഞാനും അവിടെ ചാടി വീണു, ഞാനും വരുന്നുണ്ടെന്ന്. മനസ്സോടാണെങ്കിലും ഒരു ഡ്രൈവർ പോസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ വരാൻ പറഞ്ഞു. പോസ്റ്റ് ഏതായാലും കുഴപ്പമില്ല, എനിക്കൂടെ പോവാമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇല്ലിക്കൽ കല്ലിലെ പാർക്കിങ്. ഇവിടുന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഈ വരുന്ന ആളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? പരിചയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇവിടുന്ന് നമ്മളൊരു ജീപ്പ് എടുത്തിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. ജീപ്പ് എടുക്കാതെ കാൽനടയായിട്ടും പോകാം, അതിനുള്ള ത്രാണിയില്ലാത്ത കാരണം ജീപ്പ് എടുത്ത് കേട്ടോ. അങ്ങോട്ട് പോകുന്ന ആ വ്യൂ സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും പോയി കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇല്ലിക്കൽ കല്ല്. ഞാനിത് രണ്ടാമത്തെ തവണയാണ് പോകുന്നത്. ഞാൻ ആദ്യം പോയ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കണേ. അങ്ങനെ നമ്മൾ ഇവിടെ ജീപ്പ് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വരെയേ ഉള്ളൂ ജീപ്പ്. ഇനി നമ്മൾ കാൽനടയായിട്ട് കയറി പോകണം. അങ്ങോട്ട് കയറണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സ് വെക്കണം. നമുക്കവിടെ സൈഡിൽ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പം അതൊക്കെ നിന്ന് ഇരുന്നും ഒക്കെ പിടിച്ചൊക്കെ അങ്ങ് കയറി കേട്ടോ. ഇവിടെ കോടയില്ലായിരുന്നു, ആ ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാം സൂപ്പറായിരുന്നു. കഴിഞ്ഞ വട്ടമൊക്കെ ഞങ്ങൾ വന്നപ്പോൾ നല്ല കോടയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആയിരിക്കാം എന്തോ കോടയില്ല. ഒരു വീഡിയോ എടുത്ത് തരുമോ അനിലേട്ടാ എന്ന് പറഞ്ഞതിന് എൻ്റെ ഭർത്താവ് എനിക്ക് എടുത്തു തന്ന വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഓ ഗെയ്സ്, നമ്മുടെ അവിടെ ഒരു പൊട്ട് കണ്ടോ? അപ്പം നിങ്ങൾ വിചാരിക്കും ആ തിളക്കം പൊട്ടിൻ്റെയാണ്. അല്ല, ഇത് കാണുന്ന ഈ മാളുവിൻ്റെ തിളക്കമാണ്. കണ്ടോ, തിളങ്ങി നിൽക്കുകയാണ് അവള്. ഇത് കൂടുതൽ പൂഴ്ത്തായിരിക്കത്തില്ല. അളിയനുണ്ട് ഗൈസ്, മഞ്ഞിന് വരെ ഒരു തീ കത്തിച്ചു തന്നു. കുടയില്ല. അപ്പം നമ്മൾ ഇനി ഇവിടെ നിൽക്കുന്നില്ല, നമ്മൾ പതുക്കെ താഴോട്ട് ഇറങ്ങുകയാണ്. 6:30 വരെ ഉള്ളൂ കേട്ടോ ജീപ്പ്. അതിന് മുമ്പ് ചെന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് നമ്മൾ താഴോട്ട് നടക്കേണ്ടി വരും. ഇത്രയും ഇറങ്ങി കയറിയതല്ലേ, അതിൻ്റെ ആവശ്യത്തിൽ ഒരു ഐസ്ക്രീം ഒക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ നിങ്ങൾക്കറിയാമോ ഈ ഇല്ലിക്കൽ കല്ല് കോട്ടയം ജില്ലയാണോ ഇടുക്കി ജില്ലയാണോ എന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.